clubs. So today, Ajay sir, he is the coordinator of BSW department and also entrusted with the responsibility of anti-narcotic cell activities in our campus. So on behalf of all the first year UG and PG students, I wholeheartedly welcome Ajay sir to address the gathering. Thank you, and hearty welcome to today's session. I know that you have been undergoing this training for the past 1 week. You have been listening to different programs in the college and different departments. So today we have a very important activity that is happening in our campus, which is called Anti-Narcotic Cell. So Anti-Narcotic Cell in the college is a very active forum. We conduct awareness programs, we take actions, and we have several programs in our campus related to drug abuse awareness creation. And we are working very close with the excise department of Government of Kerala, and we receive all kind of support, both in awareness level and also in the action level and also in the correction level. So we get a lot of support from the excise department. So we'll form the anti-narcotic club in the campus, including the members from the first year batches as soon as you join the college. And we'll have different activities conducted at class wise and also at college level. And in the we were doing all these activities, we had immense support from Mr. M.N. Sivaprasad, who was working as the Circle Inspector of Excise in Pyramid. Today, he is with us, and at present, he got a promotion and he is working as the Assistant Excise Commissioner in Alappuzha. So possibly we hope that we'll see him in the seat of the Excise Commissioner soon, if things are going in the right way. So I take this opportunity to welcome Mr. M.N. Sivaprasad, who is Assistant Excise Commissioner of Alappuzha, who has consented to come to be present here and present on the anti-narcotic club activities and to give an awareness on substance abuse. So his class is very excellent. Sir, വളരെ സരസമായിട്ട് വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കും. സാർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പ്രൊമോഷൻ ആയിട്ട് മാറിപ്പോയെങ്കിലും സാറിനെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിച്ചത് സാർ അത്ര നന്നായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരും എന്നുള്ളത് കൊണ്ടും സാറിന്റെ സേവനം നമുക്ക് വളരെയധികം വിലപ്പെട്ടതായതുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ട M.N. ശിവപ്രസാദ് സാറിനെ മരിയൻ കോളേജിന്റെ പേരിൽ, ഇവിടുത്തെ ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ പേരിൽ, എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ പേരിലും ഏറ്റവും ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറ് നിങ്ങളോട് സംസാരിക്കും. താങ്ക് യു സാർ. സാർ ഓഡിയോ ക്ലിയർ ആണ്? സാർ ഓഡിയോ ക്ലിയർ ആണ്. വീഡിയോ ഓക്കെ അല്ലേ സാർ? വീഡിയോ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു അജയ് സാർ. അതുപോലെ തന്നെ കുട്ടിക്കാനം മരിയൻ കോളേജിലെ പ്രിൻസിപ്പള്, ഫസ്റ്റ് ഇയർ PG ആൻഡ് PG ഡിഗ്രി സ്റ്റുഡൻസിന് എന്റെ ആശംസകൾ ആദ്യം അറിയിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒരിക്കൽ കൂടി സംവദിക്കാനുള്ള അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറ് പറഞ്ഞാൽ പിരിമോട് കഴിഞ്ഞ വർഷം ഇരുന്ന സമയത്ത് കോളേജുമായിട്ട് എനിക്ക് വിവിധ കാര്യങ്ങൾ സഹകരിക്കാനുള്ള അവസരം കിട്ടി. ഇപ്പൊ തുടർന്നും അവിടുന്ന് ട്രാൻസ്ഫർ ആയതിനു ശേഷവും ആണെങ്കിലും നിങ്ങളോട് കൂടി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സംവദിക്കാനുള്ള അവസരം കിട്ടി. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ലഹരിക്ക് അടിമയാവുന്നു, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ലഹരി വസ്തുക്കളുടെ ആധിക്യത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും, അവയുടെ ആക്രമണത്തിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ഉദ്ദേശം. പിന്നെ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നുള്ളത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. മറിച്ച് നമ്മൾ ഒരുമിച്ചൊരു വേദിയിലായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും ഒരു സദസ്സിലായിരുന്നെങ്കിൽ നിങ്ങളെ എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുമായിരുന്നു, ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ കേൾക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് കുറച്ചുകൂടെ ഗുണകരമായിട്ട് കിട്ടിയാനേ. മാത്രമല്ല, നിങ്ങളെപ്പോലെ യുവത്വം തുളുമ്പുന്ന PG സ്റ്റുഡൻസ്, ഡിഗ്രി സ്റ്റുഡൻസ് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഊർജ്ജം അതൊരു വലിയൊരു എനിക്കൊരു പ്രചോദനമാണ്. അതും ഈ ക്ലാസ് എടുക്കുന്നതിന് എനിക്കുള്ള ഒരു പ്രചോദനമായിട്ട്, ഒരു ഗുണമായിട്ട് ഞാൻ കാണുകയാണ്. നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിനൊപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനപ്രദമാണ്. അതും ഞാൻ ഈ കാര്യത്തിൽ ഈ പ്രത്യേകം സ്മരിക്കുകയാണ്. നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുന്ന മുമ്പായി കണ്ടെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു തുടങ്ങുന്ന സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമ്മൾ ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്താണ് ആരംഭിക്കുന്നത്. ഒരു ഹോളിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പല വീടുകളിലായിട്ട് പല കോണുകളിൽ ഇരിക്കുകയാണ്.
എന്നിരുന്നാലും നിങ്ങൾക്ക് എന്നെ കാണാം ശ്രദ്ധിക്കാം എന്നുള്ളതിനാൽ ഞാനത് ജസ്റ്റ് ആ മെഡിറ്റേഷൻ രീതി ഒന്ന് കാണിച്ചു തന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. അതുപോലെ ക്ലാസ്സിന്റെ സമയത്തെ കുറിച്ച് സാർ പറഞ്ഞിരുന്നത് 12:30 to 1:30 പറഞ്ഞിരുന്നത്. 12:45 1:30 തന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അങ്ങനെ അത് ശരിയല്ലേ സാർ? അങ്ങനെയല്ലേ സാറേ വേണ്ടത്? ടൈം എക്സ്റ്റെൻഡ് ചെയ്യാവോ? 1:30 നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ സാർ. അപ്പൊ 1:30 നമ്മൾ ക്ലാസ് തീരുന്ന നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. അപ്പം മെഡിറ്റേഷന്റെ കാര്യം ഞാൻ ചുരുക്കി പറയാം. നിങ്ങൾക്ക് എന്നെ ശരിക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കൈകൾ നിങ്ങൾക്ക് കാണാമോ? കൈകൾ കാണാമോ? എന്റെ കൈകൾ കാണാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്യുന്ന പറയുന്നത് മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികളായിട്ട് മുതിർന്നവരാകട്ടെ എല്ലാ ആൾക്കാരും പലവിധ ടെൻഷനുകൾ കൊണ്ട് ജീവിതം ടെൻഷനുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. നമുക്ക് ശരിയായ തീരുമാനം എടുക്കുന്നതിനോ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതിനോ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനോ ഒക്കെ പല സമയത്തും ഈ ടെൻഷൻ പോലും നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിവേകമായിട്ട് വേണ്ടാത്ത ചെയ്യുകയും വേണ്ടാത്ത പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നത്. ഈ ലഹരിക്ക് അടിമപ്പെടുന്നതും തീർച്ചയായിട്ടും നമ്മുടെ ഒരു വേണ്ടാത്ത പ്രവൃത്തിയാണ്. അപ്പൊ അതിലേക്ക് നയിക്കുന്നത് നമുക്ക് ശരിയായ രീതിയിൽ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, വസ്തുക്കളെ ശരിയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, വിലയിരുത്താൻ സാധിക്കില്ല എന്നതിന്റെ ഫലമാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം മെഡിറ്റേഷൻ മാർഗങ്ങൾ നമ്മൾ അവലംബിച്ചാൽ, ഈ സമയത്ത് വേണമെന്നില്ല, ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ സ്വസ്ഥമായിട്ട് കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ശീലം, ഒരു പ്രവണത നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ രീതി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. സാധാരണ ഒരു വേദിയിലാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊണ്ട് ചെയ്യിക്കാനോ ചെയ്ത് കാണുന്നതിനുള്ള അവസരമില്ല. അതുകൊണ്ട് ഞാൻ വൺ സൈഡ് ആയിട്ട് പറയുകയാണ്, ജസ്റ്റ് ശ്രദ്ധിക്കുക. ഈ മെഡിറ്റേഷൻ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിന് വേണ്ടത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ നട്ടല് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നട്ടൽ നിവർന്നിരിക്കുക. നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നട്ടൽ നിവർന്നിരുന്നിട്ട് നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രണ്ട് ചെവിയിൽ ചെവിയുടെ ഫ്ലാപ്പ് നമ്മൾ രണ്ട് തലവാൽ കൊണ്ട് നമ്മൾ അടച്ചു പിടിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണ് അടച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിക്കുള്ളിൽ നമുക്ക് ചെറിയൊരു സ്വരം നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. അതായത് പണ്ഡിതന്മാരും ജ്ഞാനികളും നമുക്കൊരു ചീവീട് കരയുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു റേഡിയോ സ്റ്റേഷൻ നമ്മൾ ഓൺ ചെയ്യുന്ന ഫസ്റ്റ് സമയത്ത് ഹൗളിംഗ് പോലെയോ നമുക്കൊരു സ്വരം നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും നിങ്ങളുടെ ചിന്താശക്തിക്കും അനുസരിച്ച് ആ സ്വരത്തിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് അനുഭവപ്പെടും. ഏതായാലും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ കുറച്ച് നാളിലേക്ക് ഉള്ളിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് ഒരു ക്ലീൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് വരാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ആദ്യം നട്ടൽ നിവർന്നിരിക്കുന്നു. രണ്ടാമത് നമ്മൾ കണ്ണടച്ച് രണ്ട് ചെവികൾ ഫ്ലാപ്പുകൾ നമ്മൾ അടച്ചു പിടിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം ഒരു 1.5 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ നമ്മൾ സാധാരണ ചെയ്താൽ മതി. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ്. മനസ്സിന് ശാന്തത ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഉരുളിയിൽ നിറയെ വെള്ളം നമ്മൾ എടുത്തു വെക്കുന്ന സങ്കല്പിക്കുക. ഈ വെള്ളത്തിന്റെ അകത്ത് വെള്ളം നിശ്ചലമായിട്ട് ഇരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ 25 പൈസ നാണയം ഇടുക, അല്ലെങ്കിൽ 50 പൈസ നാണയം ഇടുകയാണെങ്കിൽ, ഇത് 1 രൂപ തുട്ടിയിടുക, 1 രൂപ ഉള്ളൂ, 50 രൂപയൊന്നും ഇല്ല, ഒരു 1 രൂപ നാണയം ഇടുകയാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ആ നാണയം വീഴുന്ന സമയത്ത് വെള്ളം ഓളം വെട്ടുന്നതിനും ആ കിടക്കുന്ന നാണയം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാതെ വരുന്നു, നമുക്കറിയാം. എന്നാൽ അതിനുശേഷം നമ്മൾ സ്വല്പനേരം നമ്മൾ ശാന്തമായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ തിരി അടങ്ങിയതിനു ശേഷം, ഓളം അടങ്ങിയതിനു ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ നാണയം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ശാന്തമായിട്ടിരിക്കാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വീഴുന്ന ഓരോ ചിന്താശകലങ്ങളും ഓരോ ചിന്തകളും ടെൻഷനുകളുമാണ് നിങ്ങളുടെ മനസ്സിനെ ഓളം വെട്ടിക്കുന്നു, മനസ്സിന്റെ നിശ്ചലതയും മനസ്സിന്റെ ആ സ്വസ്ഥതയും നശിപ്പിക്കുന്നു. എന്നാൽ കുറച്ചു നേരം നമ്മൾ ശാന്തമായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ തിരി അടങ്ങുന്ന പോലെ നമ്മുടെ മനസ്സടങ്ങുകയും നമുക്ക് ആ എന്താണോ വേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നതിനും എന്ത് ചെയ്യണം നമുക്ക് വ്യക്തമായിട്ട് തീരുമാനിക്കാൻ നമുക്കുള്ളൊരു അവസ്ഥ, നമുക്ക് ഒരു കഴിവ് നമുക്ക് കിട്ടുന്നു. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ മനസ്സിനെ ശാന്തമാക്കി എടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് ഈ മെഡിറ്റേഷന്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതോട് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ നിവർന്നിരിക്കുക, നമ്മൾ കണ്ണുകളടക്കുക, രണ്ട് ചെവികളിൽ നമ്മൾ ചെവികളുടെ ഫ്ലാപ്പുകൾ തള്ളവൽ കൊണ്ട് അടച്ചു പിടിക്കുക. നമ്മൾ ഒരു 1-1.5 മിനിറ്റ് നമ്മൾ ഈ ഉല്ലസിനെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആട്ടെ, എന്ത് പ്രവൃത്തി ചെയ്താട്ടെ, അതിനെ തടസ്സപ്പെടുത്തുന്നതിനായിട്ട് ബാഹ്യമായിട്ട് പല കാര്യങ്ങളും വന്നു ചേരും. അത്തരം കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ശ്രദ്ധ മറ്റൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഏകാഗ്രമായിട്ട് നമ്മുടെ ആ സ്വരം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളൊരു ഏകാഗ്രത കിട്ടുന്നതിനുള്ള ഒരു ചെറിയ പ്രാക്ടീസ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അടുത്തത് രണ്ടാമതായിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ, നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഹരി വസ്തുക്കളിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കടക്കുകയാണ്. അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ചെറുപ്പക്കാരെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന ലഹരി വസ്തുക്കൾ ഏറ്റവും പ്രധാനമായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് 3 ഇനത്തിൽപ്പെട്ട വസ്തുക്കളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഏറ്റവും ആദ്യം പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങളാണ്, രണ്ടാമത് പറയുന്നത് മദ്യമാണ്, മൂന്നാമത് മയക്കുമരുന്നുകൾ.
ഇത് പറയുന്നത് ഇതിയുടെ ദൂഷ്യത്തിന്റെ ആ ഗ്രേഡ് നോക്കിയോ മറ്റുമല്ല, നമുക്ക് കിട്ടാൻ ലഭ്യത അനുസരിച്ചാണ് ഞാൻ ഒന്നാമത് പുകയില ഉൽപ്പന്നങ്ങൾ പറഞ്ഞത്. അതുപോലെ രണ്ടാമതും മദ്യം, മൂന്നാമതും മയക്കുമരുന്ന് പറഞ്ഞത്. എന്നാൽ നമുക്ക് ഇതിങ്ങളുടെ ദൂഷ്യഫലത്തെ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നേരെ തിരിച്ച് പറയേണ്ടി വരും. ഏറ്റവും ദൂഷ്യം ഉണ്ടാക്കുന്നത് ഒന്നാമത് മയക്കുമരുന്നാണ്, രണ്ടാമത് മദ്യം, മൂന്നാമത് പുകയില ഉൽപ്പന്നങ്ങളാണെന്നാണ് അതിന്റെ ഒരു വസ്തുത. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ ലഭ്യമാകുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞത്. ഈ പുകയില ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് പോകും, നിങ്ങൾ ഓർമ്മിപ്പിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. പുകയില ഉൽപ്പന്നങ്ങളിൽ നമുക്കറിയാം, പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ള കാര്യം പുകയിലയാണ് ഉള്ളത്. പുകയിലയിൽ എന്താണ് ഉള്ളത്? പുകയിലയിൽ നിരവധി വിഷവസ്തുക്കൾ നമുക്ക് ദോഷമുള്ളതുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷവസ്തു നമുക്കറിയാം, നിക്കോട്ടിൻ എന്ന് പറഞ്ഞ ഒരു വസ്തുവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്, നമുക്ക് വിവിധ തരത്തിലുള്ള ദൂഷ്യഫലം ഉണ്ടാക്കുന്നതാണ്. നിക്കോട്ടിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു സർപ്പം നമ്മളെ കടിക്കുകയാണെങ്കിൽ ഒരു 2-3 തുള്ളി വിഷം കൊണ്ട് നമുക്ക് സർപ്പം കടിച്ച ഒരു പാമ്പ് കടിച്ച് നമ്മൾ ആൾക്കാർ മരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു 1-2 തുള്ളി കോൺസെൻട്രേറ്റഡ് നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയോ നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് മതി ഒരു മനുഷ്യനെ കൊല്ലുന്നതിനായിട്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ നിക്കോട്ടിനുള്ളത് സിഗരറ്റ് ഉപയോഗിക്കുന്നു, മറ്റുപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പൊ എന്തെങ്കിലും മരിക്കുന്നില്ലല്ലോ. അത് ശരിയാണ്. കാരണം എന്താണ്, നമുക്ക് ഒരു 2 തുള്ളി കോൺസെൻട്രേറ്റഡ് നിക്കോട്ടിൻ എന്ന് പറയുമ്പോൾ വളരെ കൂടിയ ക്വാണ്ടിറ്റിയാണ്. ഇത്രയും ക്വാണ്ടിറ്റി നിക്കോട്ടിൻ ഇവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് സിഗരറ്റ് വലിച്ചു തീർക്കേണ്ടി വരും. ആ സിഗരറ്റ് വലിച്ചു തീർത്ത് ഇവന്റെ ശരീരത്തിൽ നിക്കോട്ടിൻ കയറുന്നതനുസരിച്ച് അതിനുള്ള വിവിധ രോഗങ്ങളായിട്ട് അതിന്റെ ഇഫക്റ്റ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം, സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്കറിയാം. ആദ്യം ചുമ ആരംഭിക്കും, ചുമ മറ്റു രോഗങ്ങൾ, പിന്നീട് അത് ശ്വാസകോശ രോഗങ്ങളിലേക്ക് മാറുന്നു. അത് വിവിധ തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമാകും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ കൂടുതൽ കാര്യത്തിൽ വിശദീകരിക്കുന്നില്ല. പിന്നെ വേറൊന്നു കൂടി പറയേണ്ടത്, നിക്കോട്ടിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിന് കാരണമാകും എന്നൊരു കാരണം കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും വേണ്ട ഓക്സിജനും മറ്റു കാര്യങ്ങളും എത്തിച്ചിരുന്ന കോശങ്ങൾ എത്തിക്കുന്നത് രക്തത്തിലൂടെയാണ്. രക്തം വേണ്ടത്ര ഇല്ലാത്തത് ആ ഭാഗത്തെ സാഹചര്യം ഉണ്ടാകും. അത് നമുക്ക് വളരെയധികം അപകടകരം. ആ ഭാഗത്ത് മറിയുമ്പോൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാവുള്ളൂ. അതേ സ്ഥാനത്ത് ഹൃദയത്തിലേക്കോ തലച്ചോറിലേക്കോ രക്തം പ്രവേശിച്ചില്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് വളരെ മാരകമായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ കാലുകളിലേക്ക് രക്തം പ്രവേശിക്കാതെ കാലിൽ രക്തക്കുള്ളിൽ ചുരുങ്ങി കാൽമുട്ടിൽ താഴെ വെച്ച് കാല് മുറിച്ച് കളയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു രോഗമുണ്ട്, ബുർജ് ഡിസീസ് എന്ന് പറയും. നമ്മൾ കേരളത്തിൽ ഇത് വളരെയധികം ഉണ്ടെന്നാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഭിക്ഷാടകരായിട്ടിരിക്കുന്ന പല ആൾക്കാരും കാലും കൈയും മുറിച്ച ആൾക്കാരെ കാണും. ഇതൊക്കെ ഒരു കാരണം, ഇവരുടെ ഈ അപകടത്തിലുള്ള ഇവരുടെ ഈ അംഗവൈകല്യത്തിലുള്ള ഒരു കാരണം ഈ പുകയിലയുടെ ഉപയോഗം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തുണ്ടാകുന്ന ക്യാൻസറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ ക്യാൻസറുകളുണ്ട്. ക്യാൻസറുകളിലൊക്കെ റീസൺ നോക്കിയാൽ അതിൽ 80% പുകയില ജന്യമായ ക്യാൻസറുകളാണ്. അപ്പം അതും നമ്മൾ വളരെ മാരകമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ക്യാൻസർ, നാക്കയിൽ ഉണ്ടാകുന്ന മോണയില്, തൊണ്ടയില്, ശ്വാസനാളം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്യാൻസറുകളിലെ നമുക്ക് പടങ്ങൾ നമ്മളും മറ്റും ഈ സിഗരറ്റിന്റെ മറ്റും പാക്കറ്റുകളിലും മറ്റും പോലെ സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത് അത്തരം ഭീതിതമായിട്ടുള്ള വൃത്തിയുടെ പടങ്ങൾ നമ്മൾ കണ്ട് അതേ നിങ്ങളെ ഓർപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഏതായാലും ഈ പുകയിലയുടെ ഉപയോഗം നമുക്ക് ഉണ്ടാകുന്ന ക്യാൻസർ വളരെയധികം വേദനാജനകവും വളരെ ദാരുണവുമായിട്ടുള്ള അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. രണ്ടാമത്തെ വസ്തുത എന്ന് പറഞ്ഞത് രണ്ടാമത് മദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മദ്യവും മദ്യത്തിന്റെ ഉപയോഗവും. മദ്യഷാപ്പുകൾ തുറക്കുന്ന എപ്പോഴും അടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ധാരാളം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, മദ്യം എന്ത് മദ്യവും ആയിക്കൊള്ളട്ടെ, ഈ മദ്യത്തിലെല്ലാം അടങ്ങിയിരിക്കുന്ന ലഹരി വസ്തു എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിവുള്ളതായിരിക്കും. നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ +2 ലെവൽ നിങ്ങൾ സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ഈഥൈൽ ആൽക്കഹോളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കാർബോക്സിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ള ഒരുപാട് C3H5OH എന്ന് പറഞ്ഞ രാസസൂത്രമുള്ള ആ ഈഥൈൽ ആൽക്കഹോൾ ആണ് നമുക്ക് ലഹരി ഉണ്ടാക്കുന്ന വസ്തു. ഈ കൂട്ടത്തിൽ തന്നെയുള്ള ഇതിൽ ഒന്നാമത് പറഞ്ഞാൽ CH3OH മീഥൈൽ ആൽക്കഹോള്, C2H5OH ഈഥൈൽ ആൽക്കഹോള്, അതുപോലെ തന്നെ മീഥൈല്, ഈഥൈല്, പ്രൊപ്പൈല്, ബ്യൂട്ടൈൻ, ഇങ്ങനെ ആൽക്കഹോളിന്റെ ശ്രേണിയിൽ വിവിധ രാസവസ്തുക്കളുണ്ട്. ഇതിൽ നമുക്ക് ഈഥൈൽ ആൽക്കഹോൾ ആണ് നമുക്ക് ഈ ലഹരി മദ്യത്തിന് ലഹരി നൽകുന്ന രാസവസ്തുവായിട്ട് അറിയപ്പെടുന്നത്. അതേ സ്ഥാനത്ത് തന്നെ ഈ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന വസ്തു വളരെയധികം വിഷമുള്ള ഒരു വസ്തുവാണ്. ഈ മീഥൈൽ ആൽക്കഹോള്
അറിഞ്ഞോ അറിയാതെയോ ഏതൊരു ആൽക്കഹോളിൽ കലരുകയും ആ ആൽക്കഹോൾ ഒരാൾ കുടിക്കാൻ ഇടവരും ചെയ്യുകയാണെങ്കിൽ അയാളുടെ കണ്ണിന്റെ കാഴ്ചശക്തി ആദ്യം നഷ്ടപ്പെടുന്നു. കൂടുതൽ അളവിൽ ആൽക്കഹോൾ കടക്കുകയാണെങ്കിൽ അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതാണ് പലപ്പോഴും ഈ ചരിത്രത്തിന്റെ പല കാലഘട്ടങ്ങളിലായിട്ട് കേരളത്തിലെ മദ്യദുരന്തം ഉണ്ടായി എന്ന് നമ്മൾ വാർത്തകൾ വായിക്കാൻ മദ്യങ്ങളുടെ സാന്നിധ്യമാണ്, ഉപയോഗങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊരു കാര്യം. ഈ മദ്യങ്ങളെ കുറിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുകയാണ്. നമുക്കറിയാം എല്ലാവരും മദ്യം എന്ന് പറയുമ്പോൾ വിദേശ മദ്യം മാത്രം ഉദ്ദേശിക്കുന്നത്. പക്ഷേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കാഴ്ചപ്പാടിൽ പറയുമ്പോൾ ഞങ്ങൾ മദ്യം രണ്ടെണ്ണം ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഒന്ന് നാടൻ മദ്യം, രണ്ടാമത്തെ വിദേശ മദ്യം. നാടൻ മദ്യം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള കള്ള് മാത്രമാണ്. പണ്ട് ചാരായം ഉണ്ടായിരുന്നു, ചാരായം ചെറുതായി നിരോധിച്ചുകൊണ്ട് അത് നമ്മൾ ഈ ഗണത്തിൽ പെടുത്തുന്നില്ല. രണ്ടാമതുള്ളത് വിദേശ മദ്യമാണ്. വിദേശ മദ്യത്തിന് നമുക്കറിയാം രണ്ട് ക്ലാസിഫിക്കേഷൻ പറയും. പുളിപ്പിച്ചുണ്ടാക്കുന്നതും അല്ലാതെ ഉണ്ടാക്കുന്നത്, മാറ്റി ഉണ്ടാക്കുന്നതും പറഞ്ഞ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബിയർ, വൈന് തുടങ്ങിയവയൊക്കെ പുളിപ്പിച്ചുണ്ടാക്കുന്ന മദ്യമാണ്. ബാക്കി ഉള്ള ഹോർലിക്കറുകൾ, ബ്രാൻഡി, വിസ്കി, റം എന്നൊക്കെ ഉള്ളത് നമ്മൾ അല്ലാതെ മാറ്റി അല്ലെങ്കിൽ ഡിസ്റ്റിൽ ഉണ്ടാക്കുന്ന മദ്യങ്ങളാണ്. ഇതൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾ ഒരു ഡിഗ്രി സ്റ്റുഡൻസ് ജനറൽ നോളജിലേക്ക് അറിയാമെന്ന് വെച്ച് മാത്രം പറയുകയാണ്. അല്ലാതെ മദ്യത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചോ അതിന്റെ ഗുണങ്ങളെക്കുറിച്ചോ ഉള്ള ഞാൻ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇത്തരമുള്ള ഏത് മദ്യം ആയിക്കോട്ടെ, ഈഥിയിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന വസ്തു മദ്യത്തിൽ കലർന്ന് നമ്മുടെ ശരീരത്തിൽ കടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈഥിയിൽ ആൽക്കഹോൾ നമ്മളെ സാധാരണ ഭക്ഷണസാധനങ്ങൾ ആമാശയത്തിൽ വെച്ചാണ് ദഹിക്കുന്നതെങ്കിൽ ഇതിൽ ആൽക്കഹോൾ നമ്മൾ കയറുമ്പോൾ തന്നെ വായിൽ നിന്ന് തന്നെ ഉമിനീരിൽ കയറുന്ന അപ്പം തന്നെ ദഹനം ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഈ ഇതിൽ ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ കയറി നേരിട്ട് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു. രക്തത്തിൽ പ്രവേശിച്ച് രക്തത്തിന്റെ എല്ലാ ഭാഗത്തും ചെല്ലുന്നു. ഇങ്ങനെയുള്ള ഈ ഇതിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഇതിന്റെ ഈ സാന്നിധ്യം ഒഴിവാക്കാൻ ശരീരത്തിന് ആവശ്യമായാൽ ഇതിനെ ഒഴിവാക്കുന്നതിനാൽ വിഘടിപ്പിച്ച് കളയുന്ന നമ്മുടെ അവയവം എന്ന് പറയുന്നത് നമ്മുടെ കരളാണ്. കരളിൽ വെച്ച് ഇതിനെ ഇതിൽ ആൽക്കഹോളിനെ അസറ്റാൽഡിഹൈഡ്, അസിറ്റിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം ഇങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ട് വിഘടിപ്പിച്ച് ശരീരത്തിന് പുറന്തള്ളുന്നു. ഇങ്ങനെ പുറന്തള്ളുന്നതിനിടയിൽ ഒരു വിഷവസ്തു നമ്മുടെ തലച്ചോറിൽ ചെല്ലുന്നുണ്ട്. ഒരു വിഷവസ്തു ഉണ്ടാകുന്നുണ്ട്, THQ. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ പേരെന്ന് ഓർത്തിരുന്നാൽ, കാരണം സാങ്കേതികമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇത് ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഞാൻ വിശദീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ടെട്രാ ഹൈഡ്രോ ഐസോക്വിനൈൽ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ടാകുന്ന ഒരു വിഷവസ്തു ഉണ്ട്. ഈ വിഷവസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ തലച്ചോറിൽ ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലെ സെറിബെല്ലത്തെ ബാധിച്ച് നമ്മുടെ നാക്ക് കുഴയുന്നതിനും നമ്മുടെ സംസാരം കുഴയുന്നതിനും അതുപോലെ തന്നെ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഭൂസാഗ എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരുടെ നാക്ക് കുഴയും, അവർ വേച്ച് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നത്. അത് നടന്നു പോകുന്ന വഴി അവർക്ക് കാലുകൾ വെച്ച് പോകുന്നു, വീഴുന്ന അവസരം ഉണ്ടാകുന്നതിന്റെ കാരണം ഇതാണ്. ഇത് മദ്യം ഉപയോഗിച്ചതിന്റെ ഉടനെയുള്ള ഇഫക്റ്റ് ആണെങ്കിൽ, ഇതേപോലെ തന്നെ സ്ഥിരമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ കരളിനെ മദ്യം വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഈ മദ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് കരളിലെ കോശങ്ങൾ വീർക്കുന്നു. കോശങ്ങൾ വീർത്തതിനു ശേഷം അത് വിവിധ തരത്തിലുള്ള അസുഖങ്ങളായിട്ട് മാറും. അതായത് നമുക്കറിയാം ഇത് നമ്മുടെ ഹെപ്പാറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം ലക്ഷണം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ അവസാനം ഇത് സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കായിട്ട്, ലിവർ സിറോസ് എന്ന അവസ്ഥയിലേക്കായിട്ട് മാറി കരൾ നശിച്ച് പൂർണ്ണമായിട്ടും മനുഷ്യൻ തന്നെ ജീവൻ തന്നെ പോകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഇതാണ് ഈ മദ്യം ഉപയോഗിച്ചുണ്ടാകുന്ന പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. നമുക്കിത് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. എന്നാൽ ഈ ലിവർ സിറോസ് എന്ന് പറയുന്ന അത്ര സുഖകരമായ കാര്യമല്ല. ഇത് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണെങ്കിലും സിറോസിസ് ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ കരളിലെ കോശങ്ങൾ നശിച്ചാൽ പിന്നീട് ആ കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക പറഞ്ഞാൽ അസാധ്യമാണ്. അയാളുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ഇതിനുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കരൾ മാറ്റി ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായ കാര്യമല്ല. ഒരു 10-25 ലക്ഷം രൂപ എങ്കിലും കുറഞ്ഞ വർഷം ചെലവ് വരുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഇന്ന് കരൾ ദാതാവിനെ കിട്ടണം, അത് കരൾ നമ്മൾ സ്വീകരിക്കണം, ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് യാത്ര ചെയ്ത് പോകുന്നതും കാണാറില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാൻ പോകുന്ന വഴി ഓരോ ജംഗ്ഷനിൽ പോകുമ്പോൾ കരൾ രോഗം ബാധിച്ച് ചികിത്സയായി ഇന്നയാൾ ചികിത്സിക്കാൻ സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞ് പ്രശ്നം കാണാറുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാരണം മദ്യത്തിന്റെ ഒരു കരൾ ഈ രോഗത്തിന്റെ ഒരു കാരണം മദ്യ ഉപയോഗം തന്നെ, സംശയമില്ല. എല്ലാ രോഗികളും മദ്യപിച്ചിട്ടാണ് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ ഇത്രയധികം കരൾ രോഗികൾ നമ്മൾ കാണുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. അതുപോലെ കരൾമാന മറ്റു ശസ്ത്രക്രിയ എന്നുള്ളത് പല ഹോസ്പിറ്റലിൽ ഇപ്പം അത് നമുക്ക് ചെയ്യാൻ സാഹചര്യം വരുമ്പോൾ അത് ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്ന കൂടെ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഏതായാലും കൊള്ളാം, ഈ സിറോസിസ് എന്ന് അത്ര സുഖകരമായ കാര്യമല്ല. അതോടുകൂടി തന്നെ ഒരു ചെറിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഈ എക്സൈസിന് ജോലി ചെയ്യ ഒരു കുറെ നാൾ മുമ്പ്, കുറച്ചാൾ മുമ്പ് ഓഫീസിൽ എന്നെ കാണാൻ ഒരു വ്യക്തി കയറി വരികയുണ്ടായി. പുള്ളിയായിട്ട് സംസാരിച്ചു ഒരു സമയത്ത് പറഞ്ഞാൽ ആ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല യോഗ്യനാണ്, നല്ല ശരീരത്തിന് മണ്ണവും പൊക്കവും നല്ല സുസ്മിതമായിട്ട് വദനവും നല്ല നിറവും എല്ലാം ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഉള്ള ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ ജീവസ്, ആ ഒരു തേജസ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഇരിക്കുന്നത്. അപ്പൊ സംസാരിച്ചു വിട്ട് ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറ്റും, നിങ്ങൾക്ക് ഒരു അതുപാട് ഒരു ക്ഷീണിതനായ അവസ്ഥയാണല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ക്ഷീണമുണ്ടല്ലോ. പുള്ളിക്കാരൻ, സാറേ എനിക്ക് ഒരു 3-4 മാസം എനിക്ക് ഒരു ആക്സിഡന്റ് വന്നു സാറേ,
അതുകൊണ്ട് രക്ഷപ്പെട്ടാന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിന് സംശയമുണ്ട്. കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് കാരണം? ഒരു ആക്സിഡന്റ് ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് രണ്ടുമല്ല, ആക്സിഡന്റ് ഉണ്ടായതിന് രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ എന്റെ കൗതുകം കൊണ്ട് ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞു, ആക്സിഡന്റ് ഉണ്ടായതിന് രക്ഷപ്പെട്ടു എങ്ങനെയാണ്? പുള്ളി പറഞ്ഞു, പുള്ളി കഥ പുള്ളി പറയുകയാണ്. അങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് പുള്ളി പറഞ്ഞു ഇതാണ്, പുള്ളി നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പുള്ളി അങ്ങനെ മദ്യപിച്ച് കോട്ടയം സംക്രാന്തി എന്ന സ്ഥലത്ത് നിന്ന്, മെഡിക്കൽ കോളേജ് സംക്രാന്തി ആ ഭാഗത്തുള്ളവർക്ക് അറിയാം, പുള്ളി മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന് സംക്രാന്തിയിലേക്ക് വണ്ടി ഓടിച്ച് രാത്രി വരികയാണ് മദ്യപിച്ചിട്ട്. കൂടെ ഒരു സുഹൃത്തുമുണ്ട്. മദ്യപിച്ച് വന്ന വഴി ഇടയ്ക്കുള്ള ഭാഗത്ത് വെച്ച്, നിങ്ങൾക്കറിയാം പണ്ടൊക്കെ ആ ഭാഗത്ത് പറഞ്ഞാല് രണ്ട് സൈഡും റോഡിന്റെ ഇങ്ങനെ പാടം നികത്തിയിട്ട് നടുക്ക് വീതി കുറഞ്ഞ റോഡാ ഉള്ളത്. അപ്പൊ ആ ഭാഗത്ത് വേലും വന്ന് വണ്ടി ഓടിച്ച് വരിക സാധാരണ സംഭവിക്കുന്നതിന് സംഭവിച്ചു. മദ്യപിച്ച് പൂസായുള്ള വണ്ടി ഓടിച്ചതിന് സംഭവിക്കും, വണ്ടി എവിടെയെങ്കിലും പോയി മറിയും. ഇയാടെ വണ്ടി ഇതുപോലെ അവിടെ ഇടിച്ചു മറിഞ്ഞ് കിടന്ന സമയത്തുള്ള ആൾക്കാരെല്ലാം ഓടി വന്ന് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാടെ കൂടെയുള്ള ആളായി രണ്ടുപേരെ എടുത്ത് മെഡിക്കൽ കോളേജിൽ ICU മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. കൂടെയുള്ള ആൾക്ക് കാര്യമായ ശരീരത്തിന് ക്ഷതങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, കൈയൊന്നും ഒടിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തില് ഇദ്ദേഹം ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലായി രണ്ടുപേരും നന്നായിട്ട് മദ്യപിച്ചിരിക്കുന്നു. ഒരു മദ്യപാനിയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു പരിഗണന ഉണ്ടാവുള്ളൂ. അതിൻ്റെതായ സാധാരണ കിട്ടുന്ന ഒരു മാന്യമായ പരിഗണന കിട്ടുന്ന സംശയമില്ലാത്ത കാര്യമാണ്. ഏതായാലും അങ്ങനെ വന്ന് പുള്ളിക്കാരനെ അവിടെ ചികിത്സ ഇവിടെ ഇട്ടു. കൈ ഒടിഞ്ഞിട്ടുണ്ട് മനസ്സിലായി. ബാക്കി ചെറിയ മുറിവൊക്കെ അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വന്ന് ആ രാത്രി ഞാൻ കഴിഞ്ഞ് പിറ്റേ നേരം വെളുത്തേക്കും ബന്ധുക്കളൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞു, ബന്ധുക്കളൊക്കെ അറിഞ്ഞു. അപ്പൊ ഈ സുഹൃത്ത് എന്ന് പറഞ്ഞ കക്ഷി പുള്ളിക്കാരനെ സംബന്ധിച്ച് ഉള്ള ആളാണ്. അപ്പം നല്ല കുടുംബമാണ്, നല്ല ബന്ധുബലമുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ അന്വേഷിച്ച് ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടറോട് ചോദിച്ചു, സാറേ എന്ത് പറ്റി, ഇത് നമ്മുടെ ആളാണ്, എന്ത് പറ്റി? ഡോക്ടർ വളരെ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് സംഭവിച്ചുള്ളൂ. അതായത് കൈ ഒടിഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെറിയ പരിക്കുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഇദ്ദേഹത്തിന് കൈ ഒടിഞ്ഞെങ്കിലും കൊള്ളാം, ഞാനിത് പ്ലാസ്റ്റർ ഇടണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും, എന്താണ് മെഡിക്കൽ സർക്കാർ ചികിത്സാ സംവിധാനം ഒരു ഹോസ്പിറ്റലാണ്, അവിടെ ഒരു രോഗിയെ കൈ ഒടിഞ്ഞു ചെന്നാൽ അവിടെ പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടുക ചികിത്സയുടെ ഭാഗമാണ്, അതിട്ട് ഇടുന്നതിന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തെങ്കിലും ചോദിച്ചാൽ ആയന്താ സാർ അങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ പറയുന്ന ഈ കക്ഷി നന്നായിട്ട് മദ്യപിക്കും അല്ലെങ്കിൽ ചോദിച്ചു. അപ്പൊ ബന്ധുക്കളിൽ ഒറ്റ ഒന്നും സംഭവിച്ചു, ശരിയാണ് മദ്യപിക്കും, കാരണം പുള്ളി അവിടെ അറിയപ്പെടുന്ന മദ്യപാനിയാണ്, മിക്കവാറും ദിവസം വൈകുന്നേരം സമ്മതിച്ചു. അങ്ങനെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു, അത് തന്നെയാണ് പ്രശ്നം, ഞാൻ നോക്കിയത്തോളം ഇദ്ദേഹത്തിന്റെ മദ്യപാനം വളരെ കൂടിയിട്ടുണ്ട്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഇനി മെച്ചമൊന്നുമില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ കരളൊക്കെ തീരാറായി, ഇനിയിപ്പോ ഒരു ഏറിയ ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് പുള്ളിയെ പ്രതീക്ഷിക്കേണ്ട. ആ ഒരു സാഹചര്യം സർക്കാരിന്റെ പ്ലാസ്റ്റിക് വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ഭേദമാകും, കൈ ഭേദമാണെന്ന് 2-3 മാസം എടുക്കും. ഈ 3 മാസത്തിന് വേണ്ടിയിട്ട് ഈ പോകാൻ ഇരിക്കുന്ന ആളെ എന്തിനാണ് പ്ലാസ്റ്റിക് എന്ന് ഓർത്ത് എന്ന് ഡോക്ടർ പകുതി തമാശയും കുറച്ച് കാര്യമാണ് ഡോക്ടർ പറഞ്ഞു. കാരണം അങ്ങനെ ഡോക്ടർക്ക് ആ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബന്ധുക്കളെ കണ്ടപ്പോൾ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു കൊടുത്താണ്. ഏതായാലും ബന്ധുക്കൾ ആ ഡോക്ടർ പറഞ്ഞ് ശരിയായി ഉൾക്കൊണ്ടു. അതേപടി തന്നെ ചെന്ന് ഈ രോഗിയായി ഇയാളോട് പറയുകയാണ്, നിന്നെ ഡോക്ടറെ കണ്ടു ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്, നീ ഇനിയും കുടിച്ചോ, നീ മദ്യപിച്ച് നീ എന്റെ ജീവിതം നശിപ്പിക്കും എന്ന രീതിയിൽ കുറെ ഉപദേശങ്ങളും ശകാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധുക്കൾ പറഞ്ഞു. ഏതായാലും ഇത് കേട്ട സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സൊന്ന് വെമ്പി. അതായത് ഏത് മനുഷ്യൻ നമുക്കറിയാം, എത്ര ധൈര്യശാലിയാണെങ്കിലും കൊള്ളാം, എത്ര മിടുക്കനാണെങ്കിലും കൊള്ളാം, നമ്മുടെ ജീവിതം പോകുന്നു എന്നറിഞ്ഞാൽ നമ്മൾ വെമ്പലാതെ നമുക്ക് ഒരു ചെറിയൊരു ഭയം ഉണ്ടാകും. ആ ഭയം ഇദ്ദേഹം ശരിക്കും ബാധിച്ചു. അപ്പം ആ സമയത്ത് ഡോക്ടർ കയറി വന്നിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുത്തിൽ ഈ രോഗി പറഞ്ഞു, സാറേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്കിത് രക്ഷപ്പെട്ടാൽ മതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കും ചെയ്യാനില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു സുഹൃത്തിന് നമ്പർ തരാം എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ എറണാകുളം ജയ്ഷോർ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർക്ക് നമ്പർ കൊടുത്ത് ആ റെക്കമെൻഡ് ചെയ്ത ഒരു ലെറ്ററും കൊടുത്ത് ഈ രോഗിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് പോയതായി കഴിഞ്ഞ് ഈ ക്ലാസ് ഒക്കെ ഇട്ട് പറഞ്ഞു വിട്ടേക്കാം, അത്യാവശ്യം നടക്കാറാകുമ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഈ ഡോക്ടറെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഇയാള് ആ ജയ്ഷോർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഡോക്ടറും പറഞ്ഞു, ഇത് തന്നെയാണ് പ്രധാനമായിട്ടും 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് ഇനി മുതൽ നിങ്ങൾ യാതൊരു കാരണവശാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. രണ്ടാമത് എന്താണ്, ഞാൻ തരുന്ന മരുന്ന് കൃത്യമായിട്ട് നിങ്ങൾ കഴിക്കണം. ഇത് കഴിച്ച് 1 മാസം കഴിഞ്ഞ് വരൂ, ഈ മരുന്ന് നിങ്ങളുടെ തെറ്റ് പിടിക്കുന്നുണ്ടെങ്കിൽ, മരുന്നിന് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബാക്കി നോക്കാം എന്നും പറഞ്ഞ് പുള്ളി പറഞ്ഞു വിട്ടു. ഏതായാലും ആ ഒരു കരുതലിൽ പുള്ളി വളരെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അയാള് ഇങ്ങനെ കൃത്യമായിട്ട് ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുകയും അതുപോലെ മരുന്നുകൾ കഴിക്കുകയും ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാഗ്യവശാൽ ആ മരുന്നുകൾ ആയത് സ്ഥലത്ത് പിടിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇതൊരു 3-4 മാസം മാറുമെന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ അദ്ദേഹം ആ ലഹരി ഉപയോഗത്തിന്റെ ആ ഒരു മദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് ചികിത്സ നേടി വരുന്ന സമയത്താണ്
ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 3-4 മാസം കഴിഞ്ഞ് കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 3-4 മാസം മുമ്പ് ഒരു അപകടം ഉണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സാറിന് പറഞ്ഞു. കാരണം ഈ അപകടം ഉണ്ടായില്ലെങ്കിൽ ഇത് അറിയത്തില്ല, അയാൾ തുടർന്ന് മദ്യപിക്കും, മിക്കവാറും അയാളുടെ കരട് നശിച്ച് അയാൾ തീരേണ്ട സമയമായി. അയാളുടെ ഭാഗ്യം കൊണ്ട് ഈ മരുന്നേറ്റ് അയാൾ ജീവൻ എടുത്ത് നടക്കുന്നു. അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇത് കാണുന്നത്. ഇത് പറയാൻ കാര്യം എന്താണ്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ സുഹൃത്ത് എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെ എന്റെ ഓഫീസ് വന്ന വ്യക്തി എന്ന് പറഞ്ഞ വ്യക്തിയെ, പുള്ളിക്കാരൻ സാമ്പത്തികമായിട്ട് നല്ല ഉന്നത നിലയിലായിരുന്നു, ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നു. പുള്ളി ഗവൺമെന്റ് എച്ച് ഹോസ്പിറ്റൽ പോലെ നല്ല ഹോസ്പിറ്റലിൽ പോയി പരീക്ഷിച്ചിറങ്ങി ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് പുള്ളിക്ക് സാധിച്ചു. എന്നാൽ ഈ നാട്ടിലെ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ എന്നും വൈകിട്ട് മദ്യപിച്ച് കിട്ടുന്ന കാശിന് വേണ്ടി മദ്യപിക്കുന്ന ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് ഇത്ര അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ലക്ഷങ്ങൾ പോയിട്ട് 1000 പോലും എടുക്കാൻ കാണുകയില്ല. എന്തിനേറെ പറയുന്നത്, അയാളുടെ വീട്ടിലെ ഭാര്യയുടെ കെട്ടുതാലി പോലും അയാൾ കാണുകയില്ല. അതൊക്കെ ആയിരിക്കേണ്ട അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ മരിക്കുമെന്നറിയുമ്പോൾ ഏത് മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹം വരും. പക്ഷെ അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കാൻ ഇല്ലെന്നാലും ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ കാര്യം, 2 കുടുംബാംഗങ്ങളുടെ കാര്യം. ഈ സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ നാട്ടുകാരെ സുഹൃത്തുക്കളൊക്കെ വിവരമൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കി എങ്ങനെയാലും ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് കല്ല് മാറ്റി വെക്കാന്ന് പറഞ്ഞ് ചിലതിന്റെ എങ്കിലും പിന്നിൽ ഇത്തരം കഥകൾ കാണും. എല്ലാം അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കാരണം രോഗം ഉണ്ടാകുന്നതിന് മനുഷ്യന് പല കാരണം ഉണ്ടാകാം. നമ്മൾ ഒരാളെ അടച്ചു പറയാൻ ശരിയല്ല. പക്ഷേ ഈ നമ്മൾ കാണുന്ന പ്ലസുകളിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ ചിലതെങ്കിലും ഇത്തരം പിന്നാമ്പറ കഥയുള്ള പ്ലസുകളായിരിക്കും. ഏതായാലും ഞാൻ പറഞ്ഞ ഇത്തരം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്ഥിരമായ മദ്യപാനം എന്നുള്ള അവന്റെ സാമ്പത്തിക ശേഷിക്കാർക്കും അവന്റെ ആരോഗ്യക്കാർക്കും അവരുടെ കുടുംബം തകർന്നുള്ള കാര്യം ആരും സംശയമില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഇതാണ് മദ്യത്തെ കുറിച്ച് ചുരുക്കി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ സിറോസിന് കൂടാതെ തന്നെ മദ്യം ഉപയോഗിക്കുന്ന മറ്റു പല അസുഖങ്ങളും നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ രോഗികളെക്കാൾ കൊള്ളാം. ഈ മദ്യപാന അസുഖത്തെ ഏത് അസുഖത്തിനാണ് കൊള്ളാം ത്വരിതപ്പെടുന്ന ഒരു പ്രക്രിയ ഒരു വസ്തുവായിട്ട് മദ്യപാനിലെ ഒരു ഘടകമായിട്ട് വർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് മദ്യം ഉപയോഗിക്കരുത് നമ്മൾ പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മയക്കുമരുന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇനിയും സമൂഹത്തിൽ കാണുവാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി കൂടുതലും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഈ മയക്കുമരുന്ന് തന്നെയാണ്. മയക്കുമരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും പറഞ്ഞാല് 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് പ്രകൃതിയാ ഉണ്ടാകുന്ന മയക്കുമരുന്നുകൾ, രണ്ടാമത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന മയക്കുമരുന്നുകൾ. അപ്പം ഇത് പ്രകൃതിയാ ഉണ്ടാകുന്നതിനകത്ത് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും 3 ചെടികളാണ്. ഒന്നാമത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഗഞ്ചാവ് ചെടി. രണ്ടാമെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലും മറ്റും കാണുന്ന പോപ്പിച്ചെടിക്ക് ഉണ്ടാകുന്ന കറുപ്പ് എന്ന് പറഞ്ഞൊരു മയക്കുമരുന്ന്. മൂന്നാമത് ഈ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റും കാണുന്ന കൊക്ക ചെടി എന്നുണ്ടാകുന്ന കൊക്കൈൻ എന്ന് പറഞ്ഞുള്ള മയക്കുമരുന്ന്. ഈ 3 തരം മയക്കുമരുന്ന് പ്രകൃതിയാ ഉണ്ടാകുന്നത്. കഞ്ചാവിൽ നിന്ന് നമുക്കറിയാം, കഞ്ചാവ് അതിന്റെ ചെടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ തന്നെ ഹഷീഷ് ഓയില് മറ്റ് ചരസ് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നത് കഞ്ചാവിൽ നിന്നാണ്. അതുപോലെ കറുപ്പിനകത്തു നിന്നാണ് ഓപ്പിയം, കറുപ്പിനകത്തു നിന്നാണ് ബ്രൗൺ ഷുഗർ പോലുള്ള മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ കൊക്കച്ചെടിക്കായിരുന്നു കൊക്കൈൻ പോലുള്ള മയക്കുമരുന്ന്. ഇതെല്ലാം വളരെ മാരകമാണ്. അപ്പൊ ഈ മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്നത്. അതിന് പുറമെ കൃത്രിമം ഉണ്ടാക്കുന്ന ധാരാളം മയക്കുമരുന്ന് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ആംഫിറ്റമിനില്, കെറ്റമിനില്, ബാർബിറ്ററേറ്റ്, ഇങ്ങനെ വിവിധ രാസ വസ്തുക്കളുടെ പേര് അറിയപ്പെടുന്ന വസ്തുക്കൾ. അതുപോലെ LSD എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവല്ലോ, ലൈസെൻസിക് ആസിഡ്, അതായത് മരുന്ന് സാധനം. ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് മയക്കുമരുന്നുകൾ എന്തെന്നോ എങ്ങനെയെന്നുള്ളോ അല്ല പഠിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല ആരോഗ്യവാനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ തലച്ചോറ്, അവന്റെ നാഡീകോശം, നാഡീസിസ്റ്റം പറഞ്ഞ ഏറ്റവും ആരോഗ്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മയക്കുമരുന്നിലെ ഈ രാസവസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഈ രാസവസ്തുക്കൾ ബന്ധപ്പെട്ട നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പോലുള്ള രാസവസ്തുക്കൾ ബന്ധപ്പെട്ട് വിവിധ എൻസൈംസ്, ഹോർമോൺസുമായി അതിനുമായിട്ട് സമാന സ്വഭാവമുള്ള രാസപോലുള്ള വസ്തുക്കളായാൽ നമ്മുടെ തലച്ചോറിൽ ഈ മയക്കുമരുന്ന് സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വതവേയുള്ള നാഡീവ്യവസ്ഥയെ ഈ തലച്ചോറിലെ മയക്കുമരുന്നിലെ രാസവസ്തുക്കൾ കീഴടക്കി അവരുടേതായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? സാധാരണ നമ്മൾ ഒരു ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുന്നു, കരയേണ്ട സമയത്ത് കരയുന്നതാണ്. നമുക്ക് ഓരോ വെളിയിൽ ഉണ്ടാകുന്ന ഭാഗ്യമായിട്ടുള്ള ചോദനകൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അതല്ല. അവന്റെ മനസ്സിൽ അതാ സമയത്തുള്ള മയക്കുമരുന്നിലെ ആ രാസവസ്തുക്കൾ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ഞാനിപ്പോൾ സംസാരിക്കണം, അല്ലെങ്കിൽ ഒന്ന് കൈ പോക്കണം, കാലിൽ പോക്കണം, നമ്മുടെ എന്ത് ചലനമായിക്കോട്ടെ, എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ, ഇതിനൊക്കെ അനുസരിച്ച് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യമായിട്ട് ഇമ്പൾസ് ലഭിക്കുമ്പോൾ, ഒരു മെസ്സേജ് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ശരീരം, നമ്മുടെ കണ്ണ് കാഴ്ചയാണ്, കണ്ണിന് കാണുന്നു, കണ്ണിലെ കോശങ്ങളിലൂടെ നമ്മൾ തലച്ചോറ് അതിനെ അപഗ്രഹണം ചെയ്തതിനു ശേഷം തലച്ചോറ് പറയും ഇതിന് ആക്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും മുമ്പിൽ
പിൻപിൽ തലച്ചോറിന്റെ ഒരു പ്രവർത്തനമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ആ സംജ്ഞ അല്ലെങ്കിൽ ചോദന അല്ലെ ആ ഇമ്പൾസ് എന്തോ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ. ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ചുരുക്കം പറയുന്നതുകൊണ്ടു നമ്മള് ഒരു സാധാരണ വ്യക്തി സംബന്ധിച്ച് നമ്മൾ മരിച്ച വീട്ടിൽ പോവുകയാണ്, നമുക്കറിയാം അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് ദുഃഖമായി മൂടായിരിക്കും, എല്ലാവരും ദുഃഖിച്ചിരിക്കുന്നു. ആ സമയത്ത് ഒരാൾ പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ, ചില ഒരാൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തിയെ ശ്രദ്ധിക്കും, എന്താണ് ആ വ്യക്തിക്ക് എന്തോ കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ആഹ്ലാദമായിട്ടിരിക്കുന്ന ഒരു സമയം, ഒരു ഹാപ്പി ബർത്ത്ഡേ, ഒരു കേക്ക് മുറിയ സമയം, എല്ലാവരും ചിരിക്കുന്നു, ഒരാൾ പൊട്ടിക്കരയുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വിചാരിക്കും, ഇത് ശരിയല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മയക്കുമരുന്ന് വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ധാരാളം നമ്മൾ കാണാറുണ്ട്. ഒരു ചെറിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പകാലത്ത് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള വ്യക്തി, ഞാൻ ഒരു വഴി നടന്നു പോകുന്ന സമയത്ത് വഴിയുടെ സൈഡിൽ ഒരു മുകളിൽ ചെറിയൊരു വീടിന്റെ അരപ്പൈസയില് എനിക്ക് പരിചയമുള്ള സുഹൃത്ത് പറഞ്ഞാൽ കണ്ടുപരിചയമുണ്ട്, സാമാന്യം ഒരു കൂട്ടുണ്ട്, വിരോധം വരുന്നത് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു കണ്ടുപരിചയമുള്ള വ്യക്തി. അയാൾ ഒരു ചെറുപ്പക്കാരനാണ്. ഇങ്ങനെ ഒരു അരപ്പൈസയെ കാര്യം നീട്ടിയിരിക്കുകയാണ്. ഒരു ഇങ്ങനെ മുകളിലേക്ക് നോക്കി എന്തോ ചിന്തിച്ച് ഇങ്ങനെ വളരെ ഗാഠമായി ചിന്തിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ മുഖത്ത് നോക്കിയപ്പോൾ മുഖത്തൊക്കെ എന്ന് പറഞ്ഞാല് കവിളയില്, അതുപോലെ തന്നെ ഇവിടെ തലയിൽ നെറ്റിയിലൊക്കെ ഭാഗത്തൊക്കെ ചെറിയ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് ഇരിപ്പുണ്ട്. മുറി പറ്റി എന്തോ പറ്റി പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിരിപ്പുണ്ട്. ഈ ഒരു അവസരത്തില് ഞാൻ ഈ പുള്ളിയെ വിളിച്ച് എന്ത് വരിടാൻ ചോദിച്ചു. അപ്പം ഇവന് യാതൊരു ഒരു പ്രതികരണവുമില്ല, ശൂന്യതയായിട്ട് കണ്ണു നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് ഇയാളുടെ സഹോദരി അപ്പുറത്ത് പറഞ്ഞായിരുന്നു. സഹോദരി പറഞ്ഞു, അണ്ണൻ അതൊന്ന് ആറ്റി ഡൈവ് ചെയ്തതിൻ്റെയാണെന്ന് പറഞ്ഞു. ഓ, വെള്ളത്തിൽ ഡൈവ് ചെയ്താൽ ഇത്രയും വിഷയം ഉണ്ടാവും. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സംഭവം എന്താണ്, ഈ പറഞ്ഞ കക്ഷി എന്ന് പറയുന്ന പുള്ളി സാമാന്യം കഞ്ചാവ് അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കഞ്ചാവ് ഒക്കെ വലിച്ച് ഒരു റോഡിലെ കലിങ്കലിങ്ങിന്റെ സമയത്ത് കറുത്ത ടാർ റോഡ് കണ്ടപ്പോൾ ഇയാൾക്കത് ഈ വെള്ളമാണെന്ന് തോന്നി. അപ്പൊ വെള്ളം വന്നത് പയക്കുന്ന വെള്ളത്തേക്ക് ഒന്ന് ഡൈവ് ചെയ്തേക്കുന്ന വെച്ചാൽ ആ കലിങ്ക കയറുന്ന വെള്ളത്തേക്ക് ഒറ്റ ഡൈവ് ആയിരുന്നു ചെയ്തത്. അതിന്റെ വരുന്ന ഫലമാണ് മുഖത്ത് കണ്ട പാടുകൾ. ഇത് പറയുമ്പോൾ വളരെ രസകരമാണെന്ന് കൊള്ളാം. ഇതാണ് ഇതിന്റെ അവസ്ഥ. നമുക്ക് തിരി വരും, പക്ഷെ ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഉള്ളത് ഇല്ല എന്ന് തോന്നും, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നും. പിന്നെ വെള്ളത്തിനെ കരയായിട്ടും കരയെ വെള്ളമായിട്ടും അങ്ങനെ മിഥ്യാഭ്രമങ്ങൾ ഉണ്ടാക്കുന്നു, ഹാലൂസിനേഷൻസ് തന്നെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മയക്കുമരുന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ച കൂട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ സ്വതവേയുള്ള നമ്മുടെ ആ നാഡീ വ്യവസ്ഥയെ ഇവ ബാധിക്കുന്നു. അങ്ങനെ ബാധിച്ച് നമ്മുടെ ചിന്താശക്തിയെയും പ്രവർത്തന ശക്തിയെയും ബാധിച്ച് നമ്മൾ അവസാനം ഭ്രാന്തിലേക്കും അവസാനം നമ്മൾ മരണത്തിലേക്കും നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും സംഭവിക്കുന്ന ഒരവസ്ഥ. ഈ മയക്കുമരുന്നിന്റെ അവസ്ഥ പറഞ്ഞാൽ വളരെ ഭീതിതമാണ്. കാരണം നമ്മൾ സാധാരണ പുകയില ഉപയോഗങ്ങൾ പോലെയോ മദ്യം പോലും ഉപയോഗിക്കുന്നവരല്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ലഹരി വസ്തുക്കളെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ലഹരി വസ്തുക്കൾക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കൾ അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തി ഉണ്ടാക്കുന്ന എന്നുള്ളതാണ്. എന്താണ് അഡിക്ഷൻ? നമ്മൾ ഒരു വസ്തു ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നീട് അത് കാണുമ്പോൾ വീണ്ടും ഉപയോഗിക്കുന്ന തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അഡിക്ഷൻ ഉണ്ടാകുന്ന വസ്തുവാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തു, സ്ഥിരമായിട്ട് നമ്മൾ ചായ കുടിക്കുന്നു, സ്ഥിരമായിട്ട് കാപ്പി കുടിക്കുന്നു. അപ്പൊ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ചായക്കടയിൽ പോവുകയാണെങ്കിൽ അയാളുടെ ചായ വേണോ കാപ്പി വേണോ എന്ന് കടക്കാരൻ ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ ചായ തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം നമ്മൾ ചായയായിട്ട് ശീലിച്ചിരിക്കുന്നു. അതുപോലെ ഓരോ കാര്യങ്ങൾ വായിക്കുന്ന പത്രം ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, സ്ഥിരമായിട്ട് ചെയ്യുന്നതിന് നമുക്ക് ശീലിച്ചു പോകാൻ നമുക്ക് അതിനോട് ഒരു ചെറിയൊരു താല്പര്യം നമുക്ക് എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അതുപോലെ ഒരു ചെറിയ താല്പര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ലഹരി വസ്തുക്കൾ അങ്ങനെയല്ല. ചെറിയ താല്പര്യമാണ് നമ്മളത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കിട്ടുന്നിടത്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവും. അത് പുകയിലേക്കാണെങ്കിൽ വളരെ ചെറിയ അഡിക്ഷനേ ഉള്ളൂ, മദ്യത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടാവും, മയക്കുമരുന്നിനാണെങ്കിൽ വളരെ തീവ്രമായ അഡിക്ഷൻ ഉണ്ടാവും. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഉപയോഗിച്ചാലും കൊള്ളാം, ഒരു 5-6 മാസം കഴിച്ചാലും കൊള്ളാം. വേണ്ട എന്ന് വെച്ചാൽ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ ആ മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട് അയാൾക്ക് അതിൽ നിന്നും പുകവലിയിൽ നിന്നും മുൻമാറാൻ സാധിക്കും. അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ അയാൾ നല്ല ഇച്ഛാശക്തിയുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ മദ്യം വേണ്ടാന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് പിന്മാറാൻ സാധിക്കും. അതുപോലെ തന്നെ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അത് രക്ഷപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ 2 സാധ്യത അവശേഷിക്കുന്നില്ല. അതായത് അയാൾ വേണ്ടാന്നുള്ള കടുത്ത ഇച്ഛാശക്തിയെ ഉപയോഗിക്കാതിരിക്കല്, അതോടൊപ്പം തന്നെ ചികിത്സ, അയാളുടെ ഭാഗ്യം ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ രക്ഷപ്പെടുകയുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ഇതാണ് ആസക്തിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്, നമ്മൾ സ്ഥിരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ ആ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ആ ഒരു മാനസിക സുഖം എന്ന് പറയുന്ന അത്രയും അളവിൽ രണ്ടാമത് അതേ വസ്തു അത്രയും ഉപയോഗിച്ചാൽ കിട്ടുകയല്ല. കുറച്ച് കൂടുതൽ അളവിൽ വസ്തു ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വീര്യം കൂടി ഉപയോഗിക്കുകയെങ്കിൽ മാത്രമേ അയാൾക്ക് ആ വസ്തു കിട്ടുകയുള്ളൂ. അതിനാണ് സാച്ചുറേഷൻ ടോളറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച് തുടങ്ങുന്നു, വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂട്ടുന്നു, ടോളറൻസ്. അങ്ങനെ അളവ് കൂട്ടി നമ്മൾ കറക്റ്റ് രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായി മാറുന്നു. അങ്ങനെ മാറുന്ന ഒരു അവസരത്തിൽ നമ്മുടെ ബന്ധുക്കാരോ കൂട്ടുകാരോ കണ്ട് നമ്മൾ മാറാൻ പറയും, നമ്മൾ പിന്മാറാൻ പറയും, ഉപദേശങ്ങൾ നൽകും. അപ്പൊ നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, ശരിയാ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എന്നാൽ ഇതിന് പിന്മാറിയേക്കാം എന്ന് വിചാരിച്ച് അയാൾ ഈ ലഹരി വസ്തു ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ
ഈ ലഹരി വസ്തുവിന്റെ സാന്നിധ്യം ഇയാളുടെ രക്തത്തിൽ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ആയിരിക്കില്ല അത് പിൻവാങ്ങാൻ സമയത്ത് ഉണ്ടാകുന്നത്. ആ സാന്നിധ്യം രക്തത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഇത് കൊണ്ടുപോവാ എന്ന് ശരീരം പറയും. എങ്ങനെ? ചില ലക്ഷണങ്ങളിലൂടെ. അതായത് അത്തരം ലക്ഷണങ്ങൾ പറഞ്ഞ പേരാണ് പിൻവാങ്ങൽ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് മനസ്സിലാകുന്നത്, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ കൈ വിറയ്ക്കും, കാൽ വിറയ്ക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ വിത്ഡ്രോവൽ സിംറ്റംസിന്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പുകവലിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒരു ബീഡി സീറ്റ് വലിച്ചില്ലെങ്കിൽ തലച്ചോറിന് ഒരു ചെറിയ തലവേദന, ഛർദ്ദിക്കാൻ വരിക, ഒരു ബുദ്ധിമുട്ട്, ഒരു മയക്കം പോലെ ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുക. ഇതൊക്കെ പുകയിലേക്കും മദ്യത്തിനൊക്കെ ഇത്രയൊക്കെ ഉള്ളെങ്കിൽ മയക്കുമരുന്നിനെ സംബന്ധിച്ച് അത് ഉപയോഗിക്കുന്ന വ്യക്തി സമയത്ത് കിട്ടിയില്ലെങ്കിൽ അയാൾ കാണിക്കുന്നത് തനി ഭ്രാന്തായിരിക്കും. ആ സമയത്ത് അയാളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഈ ലഹരി കിട്ടുമ്പോൾ അയാൾ എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കുന്ന സാഹചര്യമാണ്. ഇതാണ് ഇതിന്റെ 3 പ്രത്യേകതകൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ വസ്തുക്കൾ പോലെയല്ല ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മളതിലേക്ക് നമ്മൾ ആകർഷകമായി ആസക്തിയോട് കൂടുതൽ ഉപയോഗിക്കുന്നു, പിന്നെ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നു, ടോളറൻസ്. മൂന്നാമത് നമ്മൾ ആർക്കെങ്കിലും നിന്ന് തിരിച്ച് പുറകോട്ട് വരണം എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു ചുഴിയിലേക്ക്, നമ്മൾ വെള്ളത്തിന് ചതുപ്പിലേക്ക് ചുഴിയിലേക്ക് നമ്മൾ പോകുന്നവരെ നമ്മൾ അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു ഘട്ടത്തിൽ തിരിച്ചു വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ് സമയപരിധി ദൂരം കൂടുതൽ വിശദമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഇതാണ് അതിന്റെ ഒരു സബ്സ്റ്റൻസ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ രാജ്യത്തും വിദേശത്തൊക്കെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വന്ന കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, എത്ര പറഞ്ഞാലുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലോ, അയാൾ വൈകുന്നേരം ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വന്നു ഭാര്യയോട് തന്നെ പ്രതിജ്ഞ ചെയ്യും, മേലത്ത് വളർത്തരുതെന്ന് പറയും. അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആരോഗ്യം ഉപയോഗിക്കുകയാണെന്ന് വാക്ക് തരും. പക്ഷെ പിന്നീട് അയാളെ ഇത് കണ്ട പിന്നെ അയാൾ ഉപയോഗിക്കും. അതായത് ഇയാൾ മനസ്സുകൊണ്ട് എത്ര വിചാരിച്ചാലും കൊള്ളാം, ഇയാൾക്ക് ഇന്ന് മാറാൻ സാധിക്കുകയല്ല. അതുപോലെ തന്നെ നമുക്കറിയാം, രോഗം ഉണ്ടായ കാലം മുതലേക്ക് ദൂഷ്യവസ്തുക്കളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ തന്നെയാണ് വർഷങ്ങളായിട്ട് ഈ ക്ലാസ് എടുക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇതുപോലെ പലരും ഇത്തരം ക്ലാസ് എടുത്തിട്ടുണ്ടാവും, ഉപദേശം കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ കിട്ടിയാലും കൊള്ളാം, ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇത് എന്തുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്നത്? ഇത് മാറുന്നില്ല. അതുമായിട്ട് സംബന്ധിച്ച് ഒരു പുതിയ പഠനം വന്നേരത്. പുതിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 5-10 വർഷമായിട്ടുള്ള ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നിങ്ങളെ സിലബസിലേക്കുള്ള ഐറ്റംസ് ആയിരിക്കും. നമ്മുടെ തലച്ചോറിന്റെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ലഹരിക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലാക്കാനുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ തലച്ചോറിന്റെ ഓരോ നാഡീ സിസ്റ്റത്തിന്റെ പ്രവർത്തനമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തലത്തിൽ ന്യൂറോൺ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞതിലെ രാസവസ്തുക്കളുടെ പ്രവർത്തനം മൂലമാണ്, അവരുടെ പ്രവർത്തനം മൂലമാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്, നമുക്ക് ഓരോ വിചാരങ്ങൾ ഉണ്ടാകുന്നത്, ഓരോ തോന്നലുകൾ ഉണ്ടാകുന്നുള്ളത് ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡോപ്പമിൻ. അതുപോലെ സെറാട്ടോണിൻ എന്ന് പറഞ്ഞ വേറെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതുപോലെ മറ്റു പല ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ എന്ന വസ്തുവിന്റെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. അതായത് നമ്മുടെ ശരീരത്തിലെ മോട്ടോർ മെക്കാനിസം, നമ്മൾ ചലിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ ഡോപ്പമിന്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഡോപ്പമിന്റെ സാന്നിധ്യം കൊണ്ടാണ്, ഡോപ്പമിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്, നമ്മൾ നല്ല ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ ഡോപ്പമിന് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേറെ ചില കാര്യങ്ങൾ നമുക്ക് ഡോപ്പമിൻ നമുക്ക് നൽകുന്നുണ്ട്. അതായത് അമിതമായിട്ടുള്ള പ്രഷർ, സന്തോഷത്തിന്റെ അല്ലെ സുഖത്തിന്റെ നിദാനം എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഡോപ്പമിന്റെ സാന്നിധ്യം തന്നെയാണ്. അതെങ്ങനെയാണ്? നമ്മുടെ തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്രിയ എന്ന് പറഞ്ഞൊരു ഒരു പോർഷൻ, നിങ്ങൾ പേരൊന്നും പഠിക്കുന്ന ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു പോർഷനിലാണ് ഡോപ്പമിൻ ഉത്പാദിപ്പിക്കുന്നത്. ആ ഉത്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ അത് നമ്മുടെ ശരീരത്തിന്റെ തലച്ചോറിന്റെ ആവശ്യമായിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വിതരണം ചെയ്യപ്പെടാണ്. അങ്ങനെ വിതരണം ചെയ്യപ്പെട്ട് നമ്മുടെ ശരീരത്തിന്റെ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്ന് പറഞ്ഞൊരു ഭാഗം, തലച്ചോറിന്റെ ഏരിയയിലുള്ള ആ ഭാഗത്തുള്ള ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം, ഈ ഭാഗത്തേക്ക് ഈ ഡോപ്പമിൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതായത് അതിര് കവിഞ്ഞ സന്തോഷ സുഖം. നമുക്കറിയാം, നമ്മളെല്ലാ ആൾക്കാരും ജീവിക്കുന്നത് പറഞ്ഞാൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. ഈ സുഖം സന്തോഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്രിയ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നും ഡോപ്പമിൻ ഉത്പാദിക്കപ്പെട്ട് ഈ ഡോപ്പമിൻ പല ഭാഗം സഞ്ചരിക്കുന്ന കൂടുതൽ നമ്മുടെ ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് ഡോപ്പമിൻ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ആ സുഖം അനുഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സുഖത്തെ ഉണ്ടാക്കുന്ന ഒരു വസ്തു ആണ് ഡോപ്പമിൻ പറയുന്നത്. ഈ ഡോപ്പമിൻ നമുക്ക് സുഖം ഉണ്ടാക്കും പറഞ്ഞാൽ എന്റെ അർത്ഥം ഈ ഡോപ്പമിൻ അപ്പം ഉണ്ടായാൽ, ഡോപ്പമിൻ ഈ പറഞ്ഞ രീതിയിൽ ഇറങ്ങി ചെന്നാൽ നമുക്ക് സുഖം ലഭിക്കും. നമുക്ക് അമിതമായിട്ടുള്ള പ്രഷർ, ആനന്ദം, പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അത് ഉറപ്പാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷം വേണം, ആനന്ദം വേണം, ഇല്ലേ? ആ ഒരു സാഹചര്യത്തില് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഡോപ്പമിന്റെ ഉത്പാദനം കൂടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് പഠനം നടത്തിയ അടുത്ത പ്രധാനമായിട്ടും 3 തരത്തിലുള്ള വസ്തുക്കൾ, 3 തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഡോപ്പമിൻ ഉത്പാദനം കണ്ടമാനം വർദ്ധിക്കുകയും നമ്മൾ സാധാരണ കിട്ടുന്നതിന്റെ 10 ഇരട്ടി, അതുപോലെ ഇരട്ടിയിലധികം 10 മടങ്ങ് നമുക്ക് ആനന്ദം കിട്ടുകയും ചെയ്യുന്നു. ആ 3-ൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഗ്യാംബ്ലിംഗ്, ചൂതാട്ടം പോലുള്ള അത്തരം വിനോദങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഡോപ്പമിന്റെ ഉത്പാദനം വർദ്ധിക്കുന്നു.
ചൂതാട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സന്തോഷപ്പെട്ട ഒന്നാണ്, ദോഷപ്പെട്ട ഒന്നാണ്. അപ്പം ഗാംബിളിങ് കാരണം നമുക്ക് ഒരിക്കൽ ചെയ്ത് നമ്മൾ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വെയിറ്റ് വരാൻ തോന്നുകയല്ല. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇപ്പൊ ഈ വീഡിയോ ഗെയിംസ് പോലുള്ള കാര്യങ്ങളും ഈ ഗാംബ്ലിങ്ങിന്റെ പരിധിയിൽ ആ ഒരു ഉള്ളി വരുന്നത്. കാരണം നമുക്കറിയാം വീഡിയോ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കറിയാം ഒരിക്കലും അത് കളിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് വരുന്നില്ല. നമ്മൾ 10 മിനിറ്റ് കളിച്ചിട്ട് ഏറ്റു പോകാൻ വിചാരിച്ചപ്പോൾ കളിക്കാൻ ഇരുന്ന് നമുക്ക് ഏറ്റുവരാൻ തോന്നുകയില്ല. ഇപ്പൊ ഈ PUBG എന്ന് പറയുന്ന പുതിയൊരു വീഡിയോ ഗെയിം സർക്കാർ നിർവഹിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ കളിക്കാനിരിക്കുന്ന ആൾക്കാർ 5 മിനിറ്റ് കളിച്ച് എഴുന്നേക്കാം എന്ന് വിചാരിച്ചിരുന്നാലും കൊള്ളാം. കളിക്കാൻ ഇരുന്നാൽ പിന്നെ കളിക്കും തോറും കളിക്കണം എന്ന് പറഞ്ഞ് ഫുൾ സമയം കളിച്ച് നമ്മുടെ സമയം കൊള്ളുകയാണ്. നേരത്തെയുള്ള ബ്ലൂ വെയിൽ പോലുള്ള വീഡിയോ ഗെയിമുകൾ, ഇത്തരം വീഡിയോ ഗെയിമുകളൊക്കെ നമ്മളുടെ ആ ഒരു ഡോപ്പമിൻ ഉത്പാദനം കൂട്ടുന്ന കാരണമാകുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് നമ്മൾ ജയിച്ചു പോരാൻ നമ്മൾ അതിന്റെ ആ മാരകവാലത്തിൽ പെട്ടുപോവുകയാണ്. അപ്പൊ ഇപ്പൊ ഒരു അടുത്ത നാളെ പോലെ പുതിയൊരു ഇതുണ്ട്, നോമോ ഫേബിയ എന്ന് പറഞ്ഞ പുതിയൊരു ടേംസ് ഉണ്ട്. ഇത് മൊബൈൽ ഫോൺ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. നമുക്കറിയാം നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളോ ഒരാള് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു വീഡിയോ ഗെയിം കളിച്ച സമയത്ത് നമ്മൾ ആരെങ്കിലും പോയി ആ ഫോൺ തട്ടിപ്പറിക്കാമെങ്കിൽ അവരുടെ പ്രതികരണം വളരെയധികം തീവ്രമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഫോണില്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. വേറെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ എല്ലാവരും വാട്സപ്പിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലുള്ള വാട്സപ്പിൽ നമ്മളൊരു കമന്റ് ഇട്ടു കഴിഞ്ഞാൽ 5 മിനിറ്റ് നമ്മൾ ഫോൺ തുറന്നു നോക്കുക, ആരും ലൈക്ക് അടിച്ചിട്ടുണ്ടോ, രണ്ടുപേരും അടിച്ചിട്ടുണ്ട്, ഓക്കെ നല്ല കാര്യം. കുറച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ടോ, 2 നേരം 4ആയി, 10ആയി, 18ആയി, 20ആയി, 100ആയി. അങ്ങനെ നമുക്ക് നമ്മുടെ ഇതിന് കുറച്ച് ലൈക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു സുപ്രഭാതം നമ്മൾ നല്ല മെസ്സേജ് ഇട്ടു, ആരും ലൈക്ക് അടിച്ചില്ല, ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക് എങ്ങനെയാണ് ഇത് ലൈക്ക് എന്തൊക്കെ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ. അപ്പൊ ആ മൊബൈൽ ഫോണിന്റെ ആ ഉപയോഗമായി ബന്ധപ്പെട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ആ നോബോ ഫോബിയ നമുക്ക് വന്നിരിക്കുന്നുള്ള മനസ്സിലാക്കേണ്ടത്. ഇത്തരമുള്ള ഫേബിയകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുത്താൽ, തലച്ചോറിനെ ശീലിപ്പിച്ചാൽ തലച്ചോറ് അതിലേക്ക് പോകും. അത് ഒന്നാമത്തെ വസ്തു. രണ്ടാമത്തെ വസ്തുവാണ് ഞാൻ ഈ പറഞ്ഞ നാർക്കോട്ടിക് സബ്സ്റ്റൻസിന്റെ സാന്നിധ്യം ഡോപ്പമിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു, അത് തലത്തിന് പ്രഷർ ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സെക്സ് ആണ്. സെക്സ് നമുക്ക് ഇപ്പോൾ ഡോപ്പമിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതാണ്. അത് നമുക്ക് വളരെയധികം പ്രഷർ ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതുകൊണ്ടൊക്കെയാണ് നമുക്കറിയാം നമ്മൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആകർഷകരാകുന്നു, ആൾക്കാർ വലയിൽപ്പെട്ടു പോകുന്ന ഈ 3 വസ്തുവിന്റെ വലയിൽപ്പെട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും ഉണ്ടാവും, ഇതിനെല്ലാം പിന്നിൽ ഈ 3 ഏതെങ്കിലും സാന്നിധ്യം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ തലച്ചോറിനെ ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം ലഹരിക്ക്, ഇതിനെ ഡോപ്പമിൻ കൊടുത്ത് ശീലിപ്പിക്കരുത്. അപ്പൊ ഇത് കൊടുത്ത് ശീലിച്ചാൽ തലച്ചോറിന്റെ ഡോപ്പമിൻ ഉണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ടോളറൻസ് എന്ന് പറഞ്ഞ ഒരു പരിഗണന പറഞ്ഞാൽ ആ ഒരു വസ്തു ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അളവിൽ ഈ വിഭാഗം ഉപയോഗിച്ചാൽ നമുക്ക് ഇത് കിട്ടത്തില്ല. അപ്പം നമ്മുടെ ഇതിൽ നിന്ന് കിട്ടുന്ന ഡോപ്പമിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഇതൊക്കെ ഒരു ആരംഭഘട്ടത്തിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഒരു വീഡിയോ ഗെയിം ആകട്ടെ, ഇതൊക്കെ ആയിക്കോട്ടെ, നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം പിന്നീട് നമുക്ക് കുറഞ്ഞു വരും. അതോടൊപ്പം തന്നെ ഈ ലഹരി വസ്തുക്കളെ സംബന്ധിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ, മറ്റു തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട് അതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മുടെ ശരീരത്തിലെ കൂടുതൽ ആക്രമിച്ച് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ, നമ്മുടെ മാനസികാവസ്ഥയെ നമ്മൾ തകരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ചുരുക്കം പറഞ്ഞാൽ നാർക്കോട്ടിക് നമ്മൾ ഈ ഡോപ്പമിന്റെ ഇതിനെ ഉപയോഗത്തിനായിട്ട്, ഉത്പാദനത്തിനായിട്ട്, അതിന്റെ ഡോപ്പമിൻ എനർജി കിട്ടി നമുക്ക് പ്രഷറിന് വേണ്ടിയിട്ട് നമ്മൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഉപയോഗിച്ച് സ്വീകരിച്ചാൽ ആരംഭഘട്ടത്തിൽ നമുക്ക് ആനന്ദം കിട്ടിയാൽ പിന്നീട് ആനന്ദത്തിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ലഹരിയിലുള്ള ദോഷങ്ങളുടെ ആ ശരീരത്തിലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ നമ്മൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനശേഷി നമ്മൾ തന്നെ സ്വയം ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു കാരണവശാലും ഇത്തരം ലഹരികൾ കൊടുത്ത് ശരീരത്തെ ശീലിപ്പിക്കരുത്. പിന്നെ എന്ത് നമ്മൾ ചെയ്യണം? നമുക്കിപ്പോ ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മള് ലഹരി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, വ്യക്തി എന്ന് പറഞ്ഞാൽ അവര് ഐസൊലേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന്, അല്ലെങ്കിൽ ആ ലഹരിയുടെ ആ ഒരു അവസ്ഥയിലേക്ക്, ലോകത്തേക്ക് പോകുന്ന അവസ്ഥയെ കാണുന്നു. ഉപയോഗിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കൂട്ടായിട്ടുള്ളവർക്കല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് ലഹരിയായിട്ട് മായിക ലോകത്തിരുന്ന് അവളെ ഒരു പ്രത്യേക ആനന്ദ അനുഭൂതികൾ ഇല്ലാത്ത കാണുന്നു, ഹാലുസിനേഷനൊക്കെ അവർ അനുഭവിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ ഐസൊലേഷൻ എന്നത് മാറ്റി നമ്മൾ സോഷ്യലൈസേഷൻ പ്രവർത്തനത്തിലെ ഒരു അവസ്ഥയിലേക്ക് വരാതെ നമ്മുടെ വീട്ടില്, കുടുംബത്തില് അച്ഛന്, അമ്മ, സഹോദരങ്ങൾ അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുക, കൂടുതൽ സംസാരിക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള കാര്യം ചെയ്യുക. ഇത് പറയുമ്പോൾ ഞാൻ അനുബന്ധമായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ കൊറോണ കാലമാണ്. ഇപ്പം നമ്മൾ സോഷ്യലൈസേഷൻ കുറയ്ക്കാനുമാണ് പറയുന്നത്. ഇത് നമ്മൾ കൂട്ടി കൊടുത്തതിന് കൺഫ്യൂഷൻ ആവണ്ട. ലഹരിയുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാരുമായിട്ടുള്ള സോഷ്യൽ കോൺടാക്ട് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾക്കാരുമായിട്ടുള്ള നല്ല ബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ 2 മിനിറ്റ് അകം സംസാരിച്ചാലും കുഴപ്പമില്ല. അപ്പൊ നമ്മള് വീട്ടുകാരുമായിട്ട്, അപ്പോൾ നമ്മൾ മറ്റ് സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്ത്, പബ്ലിക്കായിട്ടുള്ള ബന്ധം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ശരീരത്തിന് ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഡോപ്പമിൻ എനർജി ഉണ്ടാകും, നമുക്ക് ആനന്ദം ഉണ്ടാകും. അങ്ങനെ അനുവദനീയമായിട്ടുള്ള നല്ല കാര്യങ്ങളിലൂടെയുള്ള
പ്രവൃത്തിയിലൂടെ നമുക്ക് നല്ല ഹോബി സംഗീതമായിക്കോട്ടെ അല്ലെങ്കിൽ അധ്വാനം ആയിക്കോട്ടെ, അങ്ങനെ നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ ഹോബി ഉണ്ടാക്കി ആ ഹോബിയിൽ കിട്ടുന്ന ആനന്ദം, അതിൽ നിന്ന് ലോകം ഉത്പാദിപ്പിച്ച ആനന്ദം ഉണ്ടാക്കിയാൽ അത് നമുക്ക് ശാശ്വതമായിരിക്കും. അല്ലാതെ നമുക്ക് ഈ ആനന്ദം, സന്തോഷം കിട്ടാൻ വേണ്ടി, സുഖം കിട്ടാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഇത്തരം മാർഗങ്ങളിലേക്ക് പോയാൽ അത് നമ്മൾക്ക് ജീവിതത്തെ നശിപ്പിക്കും, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിന് ഒരിക്കലും ലഹരിക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശീലിപ്പിക്കാതിരിക്കുക, നല്ല കാര്യങ്ങൾ ശീലിക്കുക. പിന്നെ പിന്നെ പറയാനുള്ള രണ്ട് കാര്യം പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ ചെറുപ്പക്കാരാണ്, ജീവിതത്തിന്റെ ഒരു പ്രത്യേക കൗമാര കാലഘട്ടത്തിലെത്തി ജീവിതത്തിലെ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ വിദ്യയായിട്ടും മറ്റു തരത്തിൽ നിങ്ങൾ ആയുധങ്ങൾ സംഭരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്യബോധത്തോട് മുമ്പോട്ട് പോകുമ്പോൾ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി കൃത്യമായ പ്രവർത്തനം, അധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നല്ല നില എത്താൻ സാധിക്കും. നല്ല നില എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ആരോഗ്യമായിട്ടും നല്ല അവസ്ഥ എത്തുക, സാമ്പത്തികമായിട്ട് നല്ലൊരു സുസ്ഥിതി ഉണ്ടാവുക, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടാണ് നിങ്ങൾ ഇത്തരം കോഴ്സുകൾ പഠിക്കുന്നതും വിദ്യ അഭ്യസിക്കുന്നതും. ആ പഠിച്ച വിദ്യ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഭാവി ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ആർജിക്കുന്നു. അത് നല്ലത് തന്നെയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നതല്ല, നമ്മൾ ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകും. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് മനസ്സിൽ നന്മയുള്ളവരാവുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുക, ത്യാഗം ചെയ്യാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് സംതൃപ്തി നൽകും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരും, ഒരു സംശയമില്ല. അപ്പൊ അത് നമുക്ക് അങ്ങനെ ചെയ്യുന്ന മനസ്സംതൃപ്തി, പുണ്യം എന്ന് പറയും, അത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി നൽകും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ അധ്വാനികളാകുക. നിങ്ങൾ അധ്വാനികളാകുക, നന്നായിട്ട് ജോലി ചെയ്യുക. നിങ്ങളുടെ ജോലി എന്താണോ, നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് പറയുക, ജോലി ചെയ്യുക. വിദ്യാർത്ഥിയാണ് പഠിക്കുക, മറ്റു തൊഴിലാണ് തൊഴിൽ കൃത്യമായിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് അധ്വാനശീലരായാൽ നമുക്കത് ഭൗതിക സുഖങ്ങൾ നേടിത്തരും. ഭൗതികം നമുക്ക് ആവശ്യമുണ്ട്, ഭൗതിക സുഖം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ജോലിയാട്ടെ, വീടാട്ടെ, കാറാവട്ടെ, മറ്റ് എന്തുവാട്ടെ സമ്പത്ത് നമുക്ക് ആവശ്യമുണ്ട്. അത് നേടിത്തരുന്നുള്ള ഒറ്റ മാർഗം അധ്വാനിയാകാൻ മാത്രമേ ഉള്ളൂ, മറ്റു യാതൊരു കുറിപ്പുകളുമില്ല. മൂന്നാമത് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ഈശ്വര വിശ്വാസികൾ, അല്ലെങ്കിൽ നമ്മൾ നല്ല ആധ്യാത്മിക ചിന്ത, സദാചാര മൂല്യങ്ങൾ നമ്മൾ കാത്തുരക്ഷിക്കുന്ന അത് ഉള്ള വ്യക്തികളായിട്ട് മാറുക. അത് നമ്മൾക്ക് എന്ത് ചെയ്യും? ഈശ്വരചിന്ത അല്ലെങ്കിൽ സജ്ജന്തയുള്ളത് നിങ്ങളുടെ മനസ്സിന് സൽബുദ്ധി നൽകും, നിങ്ങളുടെ ആപത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തും, നിങ്ങളുടെ മനസ്സിന് വിനയവും എളിമയും നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർ അംഗീകരിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രകൃതിയെയും ഈ ലോകത്തെയും മനസ്സിലാക്കാനുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകും. അതിന് ശാശ്വതമായ സമാധാനം നൽകുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉണ്ടായി, നമ്മൾ ജനിച്ചു, നമ്മൾ ഒരു കാലത്ത് മരിച്ചു പോകുന്നു. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പും ഈ ലോകം ഉണ്ടായിരുന്നു, നമ്മളുള്ള കാലത്ത് ലോകമുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഈ ലോകം ഇതേപോലെ ഉണ്ടാവും. ആ കാലഘട്ടത്തിനിടയിൽ ഒരു കണ്ണിയായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ കാലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ കാര്യത്തിൽ നമ്മൾ നമ്മുടെ ONV സാറിന്റെ ചെറിയ കവിത ഞാൻ ഇക്കാര്യത്തിൽ ഈ സമയത്ത് ഓർക്കുകയാണ്. അതായത്, പൂവിനൊരു പകൽ, പൂർണേന്ദുവിനൊരു രാവ്, പുരുഷത്തിനു തിരുനെറ്റിയിലെ പൂവിരിയും വരെ, ഒരു പുരുഷായുസ് ഒരു വിടി നീർപ്പോളകൾ പൊലിയും വരെ, പൂവും ഉഷസ്സും ഞാനും നിമിഷത്തിരകളിൽ ഒഴുകിപ്പോകേ, മറ്റൊരു പൂവും മറ്റൊരു ഉഷസ്സും മറ്റൊരു ഞാനും കനക കണ്ണികൾ കോർക്കെ, നശ്വരനാദഗണങ്ങൾ ഞങ്ങൾ അനശ്വരതേ നിൻ സംഗീതത്തിനു നിശ്ചിതമാം സ്വരവിന്യാസത്തിൻ പൂർണ്ണത ചേർത്തമൃതം നുകരുന്നു. ഈ അനന്തമാകുന്ന കാലപ്രഭാതത്തിന് കൂടുംഭാവും നൽകുന്ന സംഗീത ഗണങ്ങളാണ് നമ്മളുടെ ഓരോ ജീവിതവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ജീവിതം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ ഭംഗിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ, അത് മധുര സംഗീതങ്ങളായിരിക്കും, മധുര ഗണങ്ങളായിരിക്കും. ആ സംഗീതത്തിന് ഈ താളവും ലയവും നൽകി നല്ല ഭംഗിയായൊരു നല്ല സംഗീതമായിട്ട് നമ്മുടെ ഈ കാലഭാഗത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറിച്ച് നമ്മൾ ഇപ്പോഴും ലഹരി വസ്തുക്കളുടെയും തിന്മകളുടെയും പുറകെ പോകാതെ പോകുന്ന സാഹചര്യം വന്നാൽ നമ്മുടെ ജീവിതം ഒരു പാഴ്സരമായി പോകും. അത് നമുക്ക് പ്രകൃതിക്കും സമൂഹത്തിനും കാലത്തിനും നമുക്ക് യോജിക്കാത്തതായി പോകും. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം ഈ സമൂഹത്തിനും പ്രകൃതിക്കും കാലത്തിനും ഒക്കെ കൂടുംഭാവം നൽകുന്ന നല്ല മധുര സംഗീതമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾ നന്മയുള്ളവരാവട്ടെ ആശംസിച്ചുകൊണ്ട്, ലഹരി വസ്തുക്കൾ കണ്ടറിയുന്ന വിദ്രിഞ്ഞു പോകുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ പോരാടുന്ന ഒരു മനസ്സിലുള്ള നല്ല കുട്ടികളാണ് ആശംസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ആശംസിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഈ ഇത്തരം ക്ലാസ് ഓൺലൈൻ ആണെങ്കിലുള്ള നിങ്ങളോട് സംബന്ധിക്കുന്നതിന് ഒരു അവസരം ഉണ്ടായിരുന്ന കോളേജിലെ അജീഷ് സാറിനും കോളേജ് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ഫീഡ്ബാക്ക് ചെറുതായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. നമസ്കാരം. ഹലോ സാറേ, കേൾക്കാവോ?
സാറിന്റെ ക്ലാസ് മനോഹരമായിരുന്നു, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം സാർ വളരെ നന്നായി എല്ലാ വർഷവും ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് നേരിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആകുമായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മുടെ ഓൺലൈനിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് സാർ വളരെ നന്നായിട്ട് സംസാരിച്ചു. ഒരുപക്ഷെ നമ്മുടെ കോവിഡ് ഒക്കെ മാറി കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഐ തിങ്ക് വിൽ ഹാവ് മോർ സെഷൻസ് വിത്ത് ഹിം. ഇന്നത്തെ പരിപാടി വളരെ മനോഹരമായിട്ട് ഇവിടെ സാർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട MN ശിവപ്രസാദ് സാറിന് മരിയൻ കോളേജിന്റെ പേരിലും ഇവിടുത്തെ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ പേരിലുമുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. And for the students, we will have more actions by the anti-narcotic cell. So we will inform you as and when it comes. Thank you all. Thank you very much. Thank you, sir. Okay, thank you.